കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, അടുക്കള കയറ് പോലും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോലും ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. ബ്രെഡ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞെട്ടിയില്ലേ? അപ്പൊ കാണാം അല്ലേ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കേക്കിൻ്റെ ഹീറോ ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രെഡ് കേട്ടോ, ഒരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്രൗൺ കളറിലുള്ള അരികെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം കേട്ടോ. അപ്പോൾ അധികം അകത്തേക്ക് കയറി കട്ട് ചെയ്യാൻ നിൽക്കരുത്, കാരണം കേക്കാണ്, ഇച്ചിരിയെങ്കിലും വലുപ്പമൊക്കെ വേണ്ടേ. അപ്പം മാക്സിമം വലുപ്പം കിട്ടുന്ന രീതിയിൽ ബ്രെഡ് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ബ്രെഡ് കേക്കിന് മധുരം വേണം, അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടണം. ഇതിന് രണ്ടിനും കൂടെ ആയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണ്, കാരണം ചൂടാറിയതിന് ശേഷമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് 1 കപ്പ് വെള്ളം, 1/4 ലിറ്റർ വെള്ളമാണ്. 1/4 ലിറ്റർ വെള്ളത്തിന് 250 ml മെഷറിംഗ് കപ്പിന് തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ബ്രെഡിന് മധുരം ഉണ്ടാവില്ല കാര്യമായിട്ട്. അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഈ 1/4 കപ്പിൻ്റെ റേഷ്യോ കേട്ടോ. ഇനി കേക്ക് സ്പഞ്ചിനായിട്ടാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മതിയാവും 1 കപ്പ് വെള്ളത്തിന്. കൂടെ നമ്മൾ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുന്നതും കൂടെ ഉണ്ട്. കാരണം ഈ ഒരു ഷുഗർ സിറപ്പ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ. ഫുൾ തിളച്ചതിന് ശേഷം 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ തിളച്ചോട്ടെ, കൂടുതലൊന്നും വെക്കണ്ട. ഉടനെ ഓഫ് ചെയ്തേക്കണം, കാരണം പിന്നെ അതങ്ങ് കട്ടിയായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി മാറും, അത് വേണ്ട. ഈ ഷുഗർ സിറപ്പ് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. ഇത് വിപ്പ് ചെയ്യാനായിട്ടുള്ള ഗ്ലാസ് ബൗളും വിപ്പിംഗ് ബ്ലേഡും ആണ്. ഇത് രണ്ടും നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് വിപ്പ് ചെയ്യുമ്പം ക്രീം നല്ല സ്റ്റിഫായിട്ട് എളുപ്പത്തിന് കിട്ടാനായിട്ട് നമ്മൾ വിപ്പിംഗ് ബൗളിൽ നനവുണ്ടാവാൻ പാടില്ല, അതിൻ്റെ ബ്ലേഡിൽ നനവുണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഫ്രീസ് ചെയ്ത് തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിഫായിട്ട് കിട്ടും. നമുക്ക് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാനായിട്ട് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഐസ് വാട്ടർ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം ലാഭിക്കാം കേട്ടോ. നമ്മളിപ്പം ബൗളിലേക്ക് പകർത്തിയിരിക്കുന്ന 1/4 ലിറ്റർ റിച്ച് വിപ്പ് ടോപ്പിങ്ങിൻ്റെ ഗോൾഡ് വേർഷൻ വിപ്പിംഗ് ക്രീം ആട്ടോ. നല്ലൊരു ഫ്ലേവറുള്ള, നല്ല പാകത്തിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, മധുരവും ചേർക്കുന്നില്ല കേട്ടോ. ഇത് 1/2 ലിറ്ററിൻ്റെ നല്ല ഫ്രോസൺ, നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു തണുപ്പോട് കൂടെ തന്നെ വിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റിൽ നിന്ന് പകുതി മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണും ഓപ്പൺ ചെയ്യേണ്ടത് എവിടെയാണെന്ന്. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കാണും. ആ ഭാഗത്തുനിന്ന് ഇതുപോലെ പിച്ചി എടുക്കുകയെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മാത്രം പിച്ചി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത ആവശ്യത്തിനുള്ള ക്രീം എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഒരു ടേപ്പ് വെച്ച് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ ഏകദേശം 1 മാസത്തോളം ഒരു കേടും കൂടാതെ അതേ രുചിയോടെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ വിപ്പ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഒരു ലോയിൽ തുടങ്ങി മീഡിയമിൽ വരെ കൊണ്ടെത്തിച്ചാൽ മതി. മീഡിയം സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. മീഡിയം സ്പീഡിൽ നല്ല സ്റ്റിഫായിട്ട് വരുന്നവർ, സ്റ്റിഫ് പീക്ക് വരുന്നവർ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ. അതായത് നമ്മൾ ഈ ബൗൾ കമഴ്ത്തി പിടിച്ചാൽ പോലും ആ വിപ്പിംഗ് ക്രീം താഴേക്ക് വീഴാത്ത രീതിയിലുള്ള നെസ് വരുന്നവരെ വേണം നമുക്ക് വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അത് വിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം, കാരണം ഓവർ വിപ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഏതാണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്, കാരണം ഈ ഒരു ബ്ലേഡിൽ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, താഴോട്ട് വീഴാത്ത രീതിയിലായിട്ടുണ്ട്. ഇത്രയെല്ലാം നിർത്താം കേട്ടോ. ഇനി നമ്മൾ ബ്രെഡ് കേക്കിൻ്റെ മൊഞ്ചെന്ന് കൂട്ടാനായിട്ട് നമ്മൾ ടൈഗറിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് മിക്സും മാംഗോ ഫ്ലേവേർഡ് മിക്സും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിങ്കും യെല്ലോവും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും നമ്മളെ കേക്ക്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് പ്യോർ വൈറ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. നമ്മളിപ്പോൾ വിപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്രീമിൻ്റെ അളവ് ഒരു മിനിമം 4 ബ്രെഡിൻ്റെ 3 സെറ്റെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിസൈൻ എങ്ങനെയാണോ വേണ്ടത് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വീതം 2 കപ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ പറഞ്ഞ പിങ്കും യെല്ലോ ഫ്ലേവേഴ്സ്, അതായത് സ്ട്രോബെറിയുടെയും മാംഗോയുടെയും കളേഴ്സിലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനിപ്പോൾ 2 ഫ്ലേവേഴ്സും 2 കപ്പുകളിലായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒരുപാട് ഫോഴ്സിൽ മിക്സ് ചെയ്യേണ്ട, സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തതിൻ്റെ എഫക്റ്റ് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടോ. എല്ലാ ഐറ്റംസും എടുത്ത് നിരത്തി വെക്കുക. ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ആദ്യം തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിക്കുക കേട്ടോ. ഈ ഷുഗർ സിറപ്പ് ഞാൻ ആവശ്യത്തിലും കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം നമ്മൾ ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കില്ലേ, അത് വെച്ചൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ളത്, അത് മറക്കാതെ ഓടിപ്പോയി കാണണം കേട്ടോ അത് കഴിഞ്ഞിട്ട്. ഇനി ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം മാംഗോ ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാണ്. ഇതിന് ശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് വയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത കളർ നമുക്ക് സ്ട്രോബെറി അപ്ലൈ ചെയ്യാം അല്ലേ. സ്ട്രോബെറിയും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഈവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്ലൈസ് അതിൻ്റെ മുകളിൽ വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക.
നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് അടുത്ത സ്ലൈസും കൂടെ വെച്ച് വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് മുകളിൽ നന്നായിട്ട് 4 വശവും കൂടെ ചേർത്ത് നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നന്നായിട്ട് അത്യാവശ്യം തിക്നെസ്സിൽ കവർ ചെയ്യണം കേട്ടോ, എന്നാലും നമുക്കിതുപോലെ അത്യാവശ്യം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ കയ്യിലാണ് ഡെക്കറേഷൻ എങ്ങനെ വേണമെന്നുള്ളത് അല്ലേ. ഞാനിപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫ്ലേവേർഡുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഇതുപോലെ 4 ഭാഗത്തും ഓരോ കുഞ്ഞു ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കളേർഡ് ബീഡ്സ് ആണ് കേട്ടോ, എഡിബിൾ ബീഡ്സ് ആണ്. ചുറ്റും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അരികിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. ഒരു കുറച്ച് സിൽവർ ബീഡ്സ്, എഡിബിൾ സിൽവർ ബീഡ്സും കൂടെ വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലും കൂടെ ഇച്ചിരി ഇടാം അല്ലേ. അപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ഈസി ബ്രെഡ് കേക്ക് സൂപ്പർബായിട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് മക്കൾ വരുമ്പോഴത്തേക്കും ഇതുപോലൊക്കെ നമ്മൾ ഈവനിങ്ങിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഹാപ്പി ആയിരിക്കും അവരല്ലേ. അപ്പൊ എല്ലാവരും ഓടിപ്പോയി ബ്രെഡൊക്കെ വാങ്ങി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂലേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കണ്ട. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. ഫോട്ടോസ് ഒക്കെ അയച്ചാൽ നിൽക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ ഒരു ബെല്ലൈക്കൻ തെളിഞ്ഞ് വരുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഉടനെ തന്നെ മാനേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വിഭവമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.